UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിസാറ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സിസാറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം നമുക്ക് വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്കറിയാം. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. ആദ്യം ഏതാണ്? പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, രണ്ടാമത് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, മൂന്നാമത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ 3 സ്റ്റേജസ് ആണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉള്ളത്. അതിലെ ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? പ്രിലിമിനറി എക്സാമിനേഷൻ. ഈ പ്രിലിംസിൽ 2 പേപ്പറാണ് നമുക്കുള്ളത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആണ് എന്ത്? സിസാറ്റ് എന്ന് പറയുന്നത്. സിസാറ്റിന്റെ ഫുൾ ഫോം എന്താണ്? സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതായത് സിസാറ്റ് എന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പറാണ്. അതായത് 200-ല് 66 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസാറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. 80 ക്വസ്റ്റ്യൻസ് ആണ് സിസാറ്റ് പേപ്പറിൽ മൊത്തത്തിലുള്ളത്. അതിൽ 200 മാർക്ക്, ടോട്ടൽ മാർക്ക് വരുന്നത് 200 മാർക്കിലാണ്. അതിന് 33% മാർക്ക്, അതായത് 66 മാർക്ക്, 200-ൽ 66 മാർക്ക് മേടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സിസാറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ക്വസ്റ്റിനും എത്ര മാർക്ക് വീതമാണ്? 2.5 മാർക്ക് വീതമാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുക. ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? സിസാറ്റ് എന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പറാണ്. ഇനി സിസാറ്റിൽ മെയിൻ ആയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 3 ടോപ്പിക്സ് ആണ്. ഏതൊക്കെയാണ്? റീഡിംഗ് കോംപ്രഹെൻഷൻ, 2 അനലിറ്റിക്കൽ റീസണിംഗ്, 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്സ്. ഓക്കെ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്? റീഡിംഗ് കോംപ്രഹെൻഷൻ, അനലിറ്റിക്കൽ റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, സിസാറ്റിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ പ്രിലിംസിലെ പേപ്പർ 2 ആണെന്ത്? സിസാറ്റ് എന്ന് പറയുന്നത്. സിസാറ്റ് എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇതും എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അതായത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്തുനിന്ന് കറക്റ്റ് ഏതാണോ ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? 200-ല് 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സിസാറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് സ്കിൽസ്. ഓക്കെ, 2011 മുതലാണ് സിസാറ്റ് സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് വന്നത്. പ്രിലിമിനറി എക്സാമിനേഷനിലാണ് ഇതെന്ത് ചെയ്യുന്നത്? സിസാറ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതായത് GS പേപ്പർ 1 നടക്കുന്ന അതേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞായിരിക്കും എന്ത്? സിസാറ്റിന്റെ എക്സാം, അതായത് GS പേപ്പർ 2ന്റെ എക്സാം. മാർക്സ് എന്താണ്? മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യത്തില്ല. പിന്നെ എന്താണ്? പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സിസാറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. സിസാറ്റിന്റെ ആ ഒരു മാർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്ലിയർ ചെയ്തിരിക്കണം. പേപ്പറിന്റെ പേരെന്താണ്? ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്നാണ് പേപ്പറിന്റെ പേര് വരുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്? 80 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എത്ര മാർക്കിലാണ്? 200 മാർക്കിലാണ്. എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് എത്രയാണ്? 2 മണിക്കൂറാണ്, അതായത് 120 മിനിറ്റ്. ഒരു ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണ്. ഒരു ഓഫ്ലൈൻ മോഡ് എക്സാമിനേഷൻ ആണ്. OMR ബേസ്ഡ്. അറിയാലോ. ഇനി മിനിമം ക്വാളിഫയിങ് മാർക്സ് ഒന്നുകൂടി പറയാം. 33% മാർക്ക്, അതായത് 200-ൽ 66 മാർക്ക് മേടിക്കണം. പിന്നെ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രിലിംസിന് ക്വാളിഫൈ ആവത്തില്ല. പിന്നെന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സിസാറ്റിനും എന്തുണ്ട്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 എന്താണ്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. നമ്മൾ ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യൻ അറിയില്ല, അത് അറ്റംപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ എത്ര മാർക്ക് കിട്ടും? അതിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. അവിടെ എന്താണ്? 0 മാർക്സ് ആണ്. അതായത് അറിയില്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്താണ്? അത് ഉപേക്ഷിക്കുന്നതാണ്. അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. സിസാറ്റ് എന്താണ്? ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള എക്സാം ആണ് എന്നും പറഞ്ഞ്, പക്ഷെ ഇതെന്താണ്? അത്ര ഈസി ആണല്ലോ, അല്ലെങ്കിൽ 200-ൽ 66 മാർക്ക് മേടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് പഠിക്കണം ഓരോ കാര്യങ്ങൾ. അതായത് മാത്സ് ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസാറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ റീസണിങ്, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ഈ 2 പാർട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സിസാറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാത്സ് എളുപ്പമല്ലാത്ത ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സിസാറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എല്ലാ കാര്യങ്ങളും റീഡിംഗ് കോംപ്രഹെൻഷൻ ആണെങ്കിലും അതുപോലെ റീസണിങ് ആണെങ്കിലും എന്ത് ചെയ്തിരിക്കണം? നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ,
നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. സിസാറ്റിന്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവരെന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ സിസാറ്റിന് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിസാറ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിസാറ്റിന്റെ ക്ലാസ്സസും. ഓക്കെ, എന്ത് ചെയ്യുക, ക്ലാസ്സോ നോട്ട്സോ വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. താങ്ക്